ഋഷികുട്ടൻ. ഇതാണ് ഋഷിന്റെ അമ്മ. ഞങ്ങൾ അമ്മയുടെ തറവാട് വീട്ടിലേക്ക് പോവുകയാണ്. അമ്മയുടെ അനിയത്തിയുടെ മകളാണ്. വളരെ വൈബ്രന്റ് ആയ ഒരു ഗേളാണ്. നല്ലൊരു കുട്ടിയാണെന്ന് അവൾ തന്നെ സ്വന്തം പറയും. അന്നേരം ഞാനോ ടൈപ്പ് എടുത്ത് വന്ന ഏട്ടത്തമ്മ. ഏട്ടത്തമ്മയെ പരിചയപ്പെടാൻ എനിക്ക് അധികം സമയം കിട്ടിയിട്ടില്ല. പക്ഷെ ഈ ഏട്ടത്തമ്മ എന്റെ കൂടെ ഒരു 5 കൊല്ലമായി. പിന്നെ അമ്മയുടെ ആങ്ങളുടെ ഷോപ്പിന്റെ ആ ഷോപ്പിന്റെ അച്ചാർ വാങ്ങാൻ വേണ്ടി അമ്മ പറഞ്ഞിട്ടുണ്ട്. നമ്മള് അച്ചാർ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. അച്ചാർ വാങ്ങി മാമന്റെ വീട്ടിലെ സാധനം 100% ആയിരിക്കും. ഇതൊരു പ്രൊമോഷൻ അല്ലേ ഗൈസ്? നമ്മൾ അമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ അമ്മയുടെ വീട്ടിലേക്ക് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. അമ്മയുടെ വീടുകൾ വീട്ടിൽ മുറ്റം തന്നെയാണ്. എല്ലാം ഒരു ഉത്സവമൊക്കെ ഉണ്ടാവാറുണ്ട്. നല്ല ഗംഭീര ഉത്സവം ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് തറവാട് കാണാം. പണിയെടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഉള്ളി കട്ട് ചെയ്യുകയാണ് ഗൈസ്. കൊഞ്ചിന് വേണ്ടിയിട്ട് ഉള്ളി. ഞാനിവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞ ഗൈസ്. ഞാനിവിടെ വന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കി. ഒരു 10 പേർക്കൊക്കെ ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കും. ചെട്ടാണ് ഇതിൻ്റെ. ഇങ്ങനെ ഉള്ളി ഇങ്ങനെ ഇതാണ്. ഇതിങ്ങനെ കുറച്ച് കരിഞ്ഞു പോയി തോന്നി. നിങ്ങൾക്ക് അത്രയും കഴിഞ്ഞിട്ടില്ല. ഇതൊരു ഗാർണിഷാണ്. ഞാൻ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഗ്യാസ് ഒന്നുമില്ല. അമ്മേൻ്റെ വീട്ടിൽ ഗ്യാസ് ഉണ്ട്. പക്ഷേങ്കിൽ ഇന്ന് ഗ്യാസ് തീർന്നു പോയി. അതുകൊണ്ട് തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നല്ല വെന്ത നല്ല ചോറാണ്. ഇതിന് വേറെ എന്താണ് ബാക്കിയുള്ളത്? ഇതിന് കൂട്ടാൻ കൂട്ടായിട്ടൊന്നും അതിന് അയില പൊരിച്ചതാണുള്ളത്. അയില പൊരിച്ചത് എങ്ങനെ പൊരിക്കാന്ന് കൂടെ റെസിപ്പി? അത് ഞാൻ റെസിപ്പി പിന്നെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഐറ്റം. പിന്നെ ഇത് കൊഞ്ച് കറിയാണ്. കൊഞ്ച് ചെറുതായിട്ട് ഫ്രൈ ചെയ്തതാണ് ഇത്. ഇത് ചിക്കൻ കറി. ഇനി തൈരുണ്ട്. സാലഡ് ഉണ്ട്. പിന്നെ സാധാ ചോറുണ്ട്. സാധാ ചോറ് മുരിങ്ങക്കായും തക്കാളി ഇട്ടൊരു കറിയാണ്. എന്തെങ്കിലും ഉണ്ടോ? പിന്നെ അച്ചാറുണ്ട് ഗൈസ്. ഇതിന് കൂട്ടാനുള്ള അച്ചാറുണ്ട്. ഇതും ഹോം മെയ്ഡ് ആണോ? ഇത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മാമന്റെ വീഡിയോ വാങ്ങിയത്. നല്ല ഹോം മെയ്ഡ് അച്ചാർ. ഹോം മെയ്ഡ് അല്ല, പക്ഷേ നല്ല അച്ചാറാണ്. ഹലോ ഗായ്സ്, ഞാൻ മീൻ പിടിക്കാൻ പോകും.